ഹലോ ഗുട്ടൻ ടാഗ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ട്രെൻബാരൻ വെർബിൻ. ട്രെൻബാരൻ വെർബ് എന്ന് പറഞ്ഞാൽ സെപ്പറബിൾ വെർബ്സ്. സെപ്പറബിൾ വെർബ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിത് വെർബ് നമ്മൾ ഓൾറെഡി റെഗുലർ വെർബ്, ഇറഗുലർ വെർബ്, മൊഡാൽ വെർബ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രെൻബാരൻ വെർബ് എന്ന് പറഞ്ഞൊരു വെർബും ഉണ്ട്. ഓക്കെ, അതിൻ്റെ അർത്ഥം സെപ്പറേറ്റ് ചെയ്ത് എഴുതാം, അതായത് മുറിച്ചെഴുതാൻ പറ്റുന്ന ഒരു വെർബാണ് നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ. ഓക്കെ, സെപ്പറബിൾ വെർബ്സ്. ട്രെന്നൻ എന്ന വേർഡിൽ നിന്നാണ് ട്രെൻബാരൻ ഇറങ്ങിയത്. ട്രെന്നൻ എന്ന് പറഞ്ഞാൽ ടു സെപ്പറേറ്റ്. അപ്പം പറഞ്ഞു അല്ലേ, സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നു. അപ്പം എന്തിനായിരിക്കും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്? അവിടെ ട്രെൻബാരൻ വെർബിന് നമുക്ക് പ്രെഫിക്സുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പ്രെഫിക്സുകളെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ പ്രിഫിക്സുകൾ അബ്, അന്ന്, ഔഫ്, ഔസ്, ഐൻ, ഹിനൗസ്, ഹിനൗഫ്, ഹൈം, ലോസ്, നാഹ്, ഫോർ, ബൈ, സൂ, ഹർ, മിറ്റ്, ഫോർ, വെഗ്, സുറുക്, ഔസ്, ഐനാൻഡ്, ദ, ഫെസ്റ്റ്, ഫേൽ, ഹോഹ്, വൈറ്റ്, USW എന്ന് പറഞ്ഞാൽ ഉൻഡ് സോ വൈറ്റ്. ഉൻഡ് സോ വൈറ്റ്, അതായത് എറ്റ്സെട്ര എന്ന് ഇംഗ്ലീഷിൽ പറയില്ല, അതാട്ടോ ഉൻഡ് സോ വൈറ്റ്. അപ്പോൾ ഈ പ്രിഫിക്സുകളൊക്കെ എഴുതി ട്രെൻബാരൻ വെർബിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതണം, പിന്നെ വെർബ്, അതായത് ഈ ട്രെൻബാരൻ വെർബിനെ എഴുതണം. എങ്ങനെയാണ്? ആ പ്രിഫിക്സ് ഇല്ലാണ്ട് വെർബിനെ എഴുതണം, സബ്ജക്റ്റ് വെച്ച് കോഞ്ചേറ്റ് ചെയ്ത്. പിന്നെ എന്തൊക്കെയുണ്ടോ അതെല്ലാം എഴുതി കഴിഞ്ഞാൽ അറ്റ് ലാസ്റ്റ് ആ പ്രിഫിക്സിനെ എഴുതണം. എക്സാമ്പിൾ നോക്കിയോ, അൺറൂഫൻ. അൺറൂഫൻ എന്ന് പറഞ്ഞാൽ ടു കോൾ എന്നുള്ള മീനിങ് ആണേ. അപ്പോൾ ഐ എം കോളിംഗ് മൈ ഫ്രണ്ട് എന്ന് പറയുമ്പം ഇഷ് റൂഫെ മൈനൻ ഫ്രോയിൻഡ് അൻ. കണ്ടോ, അൺറൂഫൻ. അപ്പോൾ എന്താ, ഇഷ് റൂഫേന്ന് എടുത്തു, റൂഫൻ എന്ന വെർബിനെ എടുത്തിട്ട് റൂഫനെ കോഞ്ചുഗേറ്റ് ചെയ്തു, ഇഷ് വെച്ച്. അപ്പോൾ ഇഷ് റൂഫെ മൈനൻ ഫ്രോയിൻഡ് അൻ. ലാസ്റ്റ് നമ്മൾ പ്രിഫിക്സ് ആയ അന്നിനെ എഴുതും. മിറ്റ് കോമൻ, ടു കം എലോങ്. ഷീസ് കമ്മിങ് എലോങ് യു. സി കോംഡ് ഡിയർ മിറ്റ്. കണ്ടോ, കോംറ്റ് വന്നു, മിറ്റ് ലാസ്റ്റ് പോയി. മിറ്റ് ബ്രിങ്ങൻ, ദേ ആർ ബ്രിങ്ങിങ് എലോങ് their children. To bring along എന്നുള്ള മീനിങ് ആണ് മിറ്റ് ബ്രിങ്ങൻ. അപ്പോൾ എന്താ, സി ബ്രിങ്ങൻ ഇയർ എ കിൻഡർ മിറ്റ്. അടുത്താണ് അൺകോമൺ. ദ ട്രെയിൻ അറൈവ്സ് അറ്റ് 9 o'clock. Der Zug kommt 9 Uhr an. കണ്ടോ, കൊംറ്റും അന്നും അൺകോമൺ എന്ന വെർബിനെ കട്ട് ചെയ്ത് എഴുതും. നമ്മളിങ്ങനെ എഴുതുമ്പോൾ ആ ഒരു സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് വേണം ആ പ്രിഫിക്സിനെ എപ്പോഴും എഴുതാൻ. ഓക്കെ, Abfahren, to depart. The flight departs from Frankfurt around 9 o'clock. അപ്പോൾ എങ്ങനെയാ, Der Flugzeug fährt von Frankfurt gegen 9 Uhr ab. Mitmachen, to join in. She joins in the online class. Sie macht den Online-Kurs mit. Mitmachen അല്ലേ. അടുത്ത anmachen, to turn on. He turns on the light. macht das Licht an. അതുപോലെ ഇതിപ്പോൾ ഒരു മൊഡാൽ വെർബിൻ്റെ കൂട്ടത്തിലാണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാൻ യു ടേൺ ഓൺ ദ ലൈറ്റ്, അല്ലെങ്കിൽ ഒരു എന്താണ് ഹെൽപ്പിംഗ് വെർബിൻ്റെ ഒക്കെ കൂട്ടത്തിലാണ് വരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ചോദിക്കുക, കാൻസ്റ്റ് ടു ദസ് ലിസ്റ്റ് അൻമാഹൻ. അതായത് അൻമാഹൻ എന്ന് മുറിച്ചെഴുതുന്ന വെർബ് അല്ലെ, ട്രെൻബാരൻ വെർബാണ്. ആ വെർബിനെ നമ്മൾ ലാസ്റ്റ് പൊസിഷനിലേക്ക് ഫുൾ ഫോമിൽ അൻമാഹൻ എന്നുള്ള അൻമാഹൻ എന്ന് തന്നെ വേണം എഴുതാൻ. ഇൻഫിനിറ്റീവ് ഫോമിൽ നമ്മൾ എഴുതും, കാരണം അവിടെ മൊഡാൽ വെർബായ ക്വന്നൻ വന്നിട്ടുണ്ട് അല്ലേ. ആ ഒരു വെർബിനെ മാത്രമേ, നമ്മൾ എപ്പോഴും പറഞ്ഞില്ലേ, ഒരു വെർബിനെ മാത്രമേ ഒരു സബ്ജക്റ്റിനെ കോഞ്ചുഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കാൻസ് ടു ദസ് ലിസ്റ്റ് അൻമാഹൻ എന്ന് വേണം പറയാൻ. അപ്പോൾ മേ ഐ ടേൺ ഓഫ് ദ ഫാൻ, ഇവിടെ എന്താ മേ എന്നൊരു മൊഡാൽ വെർബ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡാർ ഫിഷ്, ദർ ഫാൻ, അല്ലെങ്കിൽ ദർ വെന്റിലാറ്റോ, ഔസ്മാഹൻ. ഓക്കെ, ഇവിടെ ദർ എന്നുള്ളത് ദേൻ എന്നാവുക, ദേൻ ഫാൻ. ഓക്കെ, സോറി, Entschuldigung. അപ്പോൾ ഡാർ ഫിഷ്, ദേൻ ഫാൻ, അല്ലെങ്കിൽ ദേൻ വെന്റിലാറ്റോ, ഔസ്മാഹൻ. അത് ഷീ ഈസ് ടേണിംഗ് ഓഫ് ദ ലൈറ്റ്. സി മാcht das Licht aus. Aufmachen, to open. Zumachen, to close. രണ്ടും ട്രെൻബാരനാണ്, ഔഫ്മാഹനും സുമാഹനും. മറ്റെന്താണ്, അൻമാഹനും ഔസ്മാഹനും. ഓക്കെ, I am opening the door. Ich mache die Tür auf. I'm closing the door. Ich mache die Tür auf. Okay? I am opening the door എന്നാണെങ്കിൽ ich mache die Tür auf. I'm closing the door എന്നാണെങ്കിൽ ich mache die Tür zu. Zu മാഹനും auf മാഹനും. Unbeaten, to offer. ഇതും ഒരു ട്രെൻബാരൻ വെർബാണ്. അൻ എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് എഴുതും, ബീറ്റൻ എന്ന വെർബിനെ സബ്ജക്റ്റ് വെച്ച് കോഞ്ചുഗേറ്റ് ചെയ്തിട്ട്. Aufwachen, to wake up. I wake up daily at 6 o'clock. Ich wache täglich 6 Uhr auf. I have to wake up at 6 o'clock tomorrow എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാ, Ich muss morgen 6 Uhr
aufwachen. ഹാവ് ടു എന്നുള്ളത് മിസ്സിനാണ് അല്ലേ, അപ്പം മിസ് മൊഡാൽ വെർബ് വന്നതുകൊണ്ട് aufwachen ഫുൾ ഫോമിൽ ലാസ്റ്റ് പോകും. അതുപോലെയുള്ള കുറച്ച് മൊഡാൽ വെർബ് ട്രെൻബാരം വെർബുകളാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. aufstehen, einkaufen, absagen, abholen, anfangen, aufräumen, einladen. einladen ഒരു ഇമ്പോർട്ടൻറ്റ് വേർഡാണ്, കാരണം നമ്മൾ ലെറ്റർ ഒക്കെ എഴുതുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇൻവൈറ്റ് യു ടു ദി പാർട്ടി എന്നൊക്കെ പറയുകയാണെങ്കിൽ ich lade dich zu meiner Party ein. അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു എന്നായിരുന്നെങ്കിൽ എന്താ ich möchte dich dir zu meiner Party ein. Ich lade dich zu meiner Party ein. I invite you to the party. I would like to എന്നാണെങ്കിൽ അതും കൂടെ എഴുതിയേക്കാം. മൊഡാൽ വെർബ് ഒന്നുമില്ല അവിടെ. I would like to invite you to the party. അപ്പം എങ്ങനെ എഴുതാ? ich möchte, I would like to എന്നല്ല, അപ്പം ich möchte ആരെയാണ്? നിന്നെ. ആരെ എന്നുള്ളത് ഡിഷ്. എങ്ങോട്ടാണ്? ടു മൈ പാർട്ടി. അപ്പോൾ സു മൈനർ പാർട്ടി einladen. ഓക്കെ. പിന്നെ umziehen, ടു ചേഞ്ച് ദ ഡ്രസ് എന്നുള്ള മീനിങ്. vorhaben, aufhören, einschalten, ausschalten. ഓക്കെ, ഇതൊക്കെയാണ് ട്രെംബാരൻ വെർബുകൾ. ഇനി നമ്മൾ നോക്കാൻ വന്നത് ഉൺട്രെംബാരൻ വെർബൻ, അതായത് നോൺ സെപ്പറബിൾ വെർബ്സ്. ഈ വെർബിനെയൊക്കെ നമ്മൾ നോർമലി പഠിച്ച വെർബുകളെ പോലെ തന്നെ കേട്ടോ, ഇവരെ നമുക്ക് മുറിച്ചൊന്നും എഴുതാൻ പറ്റില്ല. ആ വെർബിനെ അങ്ങനെ തന്നെ എഴുതണം. അപ്പോൾ അങ്ങനെ വരുന്ന പ്രിഫിക്സുകളാണ് BE, EMP, GE, ENT, ER, ഹിൻഡർ, മിസ്, ഫെയർ, സെർ, und so weiter. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഏതാണ് ഇറഗുലർ വെർബ് പറഞ്ഞപ്പം എംഫേലിൻ്റെ കേസ് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? എംഫേലൻ. അപ്പം എന്താ EMP ഒരു പ്രിഫിക്സ് ആണ്, അതുകൊണ്ട് നമ്മൾ F കഴിഞ്ഞിട്ടുള്ള E ആണ് ചേഞ്ച് വരുത്തുന്നതെന്നൊക്കെ പറഞ്ഞത്. അത് ഈ ഒരു ട്രെംബാരൻ വെർബ് ആയതുകൊണ്ടാട്ടോ എംഫേലൻ. അപ്പോൾ നോക്കിയോ, ബെസൂഹൻ ടു വിസിറ്റ്, besucht seinen Vater. ഒന്നുമില്ല, RCS ഫോമിൽ T ആയിരിക്കും വെർബിൻ്റെ കൂട്ടത്തിൽ, വെർബ് സ്റ്റാമിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുക. അപ്പോൾ besucht. bekommen to get, I'm getting a prize. ich bekomme einen Preis. bestehen to pass, I pass the exam, അല്ലെങ്കിൽ I am passing the exam എന്നൊക്കെ പറയുകയാണെങ്കിൽ ich bestehe die Prüfung. അതുപോലെ ഇവിടെ ഇപ്പം I have to pass the exam എന്നായിരുന്നെങ്കിൽ, ഒരു മൊഡാൽ വെർബായ ഹാവ് ടു നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ich muss die Prüfung bestehen. ഒന്നുമില്ല, ആ വെർബിനെ അതേപോലെ നമ്മൾ ലാസ്റ്റ് എഴുതും, മോളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ. begrüßen എന്ന് പറയുന്ന നൗണാണ്. begrüßen ടു ഗ്രീറ്റ്. അപ്പോൾ I would like to greet her. ich möchte sie begrüßen. ഓക്കെ. അതുപോലെ കുറച്ച് ട്രെംബാരൻ വെർബ്സ് ആണ് ബെസാലൻ, ബെസ്റ്റെല്ലൻ, ബെനുtzen, beschreiben, verbringen, vergessen, verstehen, empfangen, erzählen. അതുപോലെ എന്തായിരുന്നു? empfehlen ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? empfehlen, missbrauchen, missverstehen എന്നൊക്കെ ഉള്ള. ഓക്കെ. I am paying the bill for my family. അപ്പോൾ എന്താ? ich bezahle die Rechnung für meine Family. We are ordering the food. Wir bestellen das Essen. Can you narrate a story? Können Sie eine Geschichte erzählen? I can understand you. Ich kann dich verstehen. ഇവിടെ മൊഡാൽ വെർബായി can വന്നു അല്ലേ? können. I like to spend time with you. Ich verbringe gerne Zeit mit ihm. Like എന്നുള്ളതിനാണ് gerne നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ ich verbringe gerne Zeit mit ihm. Okay? With him എന്നുള്ളതുകൊണ്ട്. Okay, that's all. Choose.